സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42-ാം വാക്യം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. സഭയുടെ അടിസ്ഥാനം എന്താണ്? അപ്പോസ്തലിക ഉപദേശം. രണ്ടാമത്, അതുപോലെ കൂട്ടായ്മ വളരെ പ്രധാനമാണ്. സഭയായി ദൈവം എന്തുകൊണ്ടാണ് സ്ഥാപിച്ചത്? കൂട്ടായ്മ ആചരിക്കുന്നതിനായി. ആ ദിനം സമീപിച്ചിരിക്കുക, നിങ്ങൾ കൂടുതൽ കൂട്ടായ്മ ആചരിക്കുക. ഈ കാലത്ത് ലൈവ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത്രയും സമയം എന്തിനാണ് അങ്ങനെ ഇരിക്കുന്നത്? അതിനേക്കാൾ നല്ലത് നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് തന്നെ ലൈവിൽ വചനം കേട്ടാൽ ശരിയാകുമല്ലോ. വചനം കേൾക്കുന്നത് നല്ലതാണ്, എന്നാൽ കൂട്ടായ്മ എവിടെയാണ് കിട്ടുന്നത്? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നാം ഇങ്ങനെ ഇരിക്കുന്ന സമയം ഇവിടെയുള്ള ആ ദൈവത്തിൻ്റെ സന്നിധി, ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ഇവിടെയുള്ളതായ പ്രസന്നത, അവന്റെ നാമത്തിൽ നാം കൂടി വരുമ്പോൾ നമ്മുടെ മധ്യത്തിൽ അവൻ സഞ്ചരിക്കുന്നു. അവന്റെ സന്നിധിയിൽ വന്ന് നാം ഏകമനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കുന്നു. കൂട്ടായ്മ വളരെ അത്യാവശ്യമായിരിക്കുന്നു. ഈ കാലത്ത് മനുഷ്യനോട് സംസാരിക്കുവാൻ പോലും സമയം ലഭിക്കുന്നില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോട് സംസാരിക്കുവാൻ സമയം ലഭിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ആരോ കുറെ പടങ്ങൾ എനിക്ക് അയച്ചു തരാനിടയായി. പഴയ കാലത്ത് അപ്പനും മക്കളും അവരുടെ മാതാപിതാക്കളും എല്ലാം ചേർന്ന് 3 തലമുറയുടെ ഫോട്ടോ എനിക്ക് അയച്ചു തരുവാൻ ഇടയായി. അതായത് വല്യപ്പനും വല്യമ്മയും അവരുടെ മക്കൾ അങ്ങനെ എല്ലാവരും ചേർന്നുള്ള ഒരു ഫോട്ടോ ആണെന്ന്. അത് കഴിഞ്ഞുള്ള ജനറേഷൻ വന്നപ്പോഴേക്കും അമ്മയും അപ്പനും നീയും നിന്റെ മക്കളും, അങ്ങനെ 3 ബാച്ചുകളായിട്ട് വരും. അത് കഴിഞ്ഞുള്ളതായ തലമുറ വരുമ്പോൾ അമ്മയും അപ്പനും കാണുകയില്ല, നിങ്ങളും നിങ്ങളുടെ മക്കളും. അതിനുശേഷമുള്ള ഫോട്ടോ വരുമ്പോൾ മക്കളുമില്ല, അമ്മയും അപ്പനുമില്ല, ഭാര്യയും ഭർത്താവും മാത്രമാണുള്ളത്. അതിനുശേഷമുള്ള തലമുറയുടെ ഫോട്ടോ വന്നപ്പോഴേക്കും ഭാര്യയും ഭർത്താവും രണ്ടുപേരും ആലിംഗനം ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും തലകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായിരിക്കുമല്ലോ. ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഇവൾ സെൽഫോൺ നോക്കുന്നു, അവൻ അങ്ങോട്ട് തിരിഞ്ഞ് അവന്റെ സെൽഫോണും നോക്കുന്നു. ഏറ്റവും കുറഞ്ഞത് ഭാര്യയും ഭർത്താവും പോലും സംസാരിക്കാതെ അവർ ഒരുമിച്ചിരിക്കുമ്പോഴും നോക്കുന്നത് എന്താണ്? സെൽഫോണിലൂടെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. നാം ജാഗ്രതരായിരിക്കുക. ദൈവം പരസ്പരം സഹായികളായിട്ടാണ് ജനിപ്പിച്ചത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. നാം കുടുംബമായിരിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചത്. നിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. അന്ന് യോശുവ ഇപ്രകാരം പറയുവാനിടയായി, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങളുടെ മക്കൾ എവിടെ അറിയില്ല, നിങ്ങളുടെ അപ്പനെവിടെ അറിയില്ല, അമ്മയെവിടെ അറിയില്ല. എന്താണ് ഈ കാലത്ത് ആർക്കും പരസ്പരം മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ വീടുകളിൽ വെളിയിൽ പോകുന്ന സമയത്ത് മറ്റുള്ളവരോട് പറഞ്ഞിട്ടാണോ പോകുന്നത്? അതോ പോയി കഴിഞ്ഞിട്ട് SMS അയക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോയിരിക്കുന്നു, എന്നെ അന്വേഷിക്കണ്ട എന്ന്. മൂത്ത മകൻ എവിടേക്ക് പോയിരിക്കുന്നു? അറിയില്ല കേട്ടോ. ഇളയ മകൻ എപ്പോൾ വരും? അറിയില്ല കേട്ടോ എന്ന് പറയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. കുട്ടികൾ വെളിയിൽ പോയാൽ മാതാപിതാക്കളോട് പറഞ്ഞിട്ട് പോകണം. എൻ്റെ കുട്ടികളെ ചെറുപ്പം മുതലേ ഞാൻ പഠിപ്പിച്ചതാണ്. ഇപ്പോൾ അവർ വളർന്നുവെങ്കിലും വെളിയിൽ പോകുന്നതിന് മുൻപ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരെ ചുംബിക്കും, എങ്കിലേ പോവുകയുള്ളൂ. കല്യാണം കഴിഞ്ഞുവെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഈയിടയ്ക്കാണ് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായത്. ഇപ്പോൾ ഞാനത് ചെയ്യുവാൻ മറന്നുപോയിരിക്കുന്നു. ഡാഡി വെളിയിലേക്ക് പോവുകയാണ്, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഇപ്പോഴും എനിക്ക് SMS അയക്കാറുണ്ട്. എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയം വന്നാൽ അത് പറയണം. അതാണ് കൂട്ടായ്മ. ഭാര്യയോട് പറയാതെ ഒരുത്തനങ്ങനെ വെളിയിലേക്ക് പോകാനിടയായി. 3 ദിവസമായി ഒരു വിവരമില്ല, എവിടെ പോയെന്ന് അറിയില്ല. ഭാര്യ സങ്കടപ്പെടുകയാണ്, എവിടെ പോയെന്ന് അറിയാതെ. മക്കൾക്കറിയില്ല, ഓഫീസിൽ ആർക്കും അറിയില്ല. അയാൾക്ക് എന്ത് സംഭവിച്ചു കാണുന്നില്ല, എവിടെ പോയെന്നറിയില്ല, എന്ത് സംഭവിച്ചെന്നറിയില്ല. 3-ാമത്തെ ദിവസം മനസ്സിലായി, ആരോ അയാളെ കൊന്ന് വെളിയിൽ കളഞ്ഞുവെന്ന്. അതായത് ഓഫീസിൽ നിന്ന് പണവുമായി പോയ സമയത്ത് ഓഫീസിലുള്ള ഡ്രൈവർ തന്നെ അയാളെ കൊന്ന് കളയുവാനിടയായി. 3 ദിവസം കഴിഞ്ഞാണ് മനസ്സിലായത്. നേരത്തെ പറഞ്ഞിട്ട് പോവുകയായിരുന്നുവെങ്കിൽ, ആദ്യമേ ഫോൺ നമ്പർ കൊടുത്തിരുന്നുവെങ്കിൽ, ആദ്യമേ തന്നെ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അന്വേഷിക്കുന്നവർക്ക് അദ്ദേഹം എവിടെയായിരുന്നുവെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കുവാൻ കഴിയുമായിരുന്നു.
നാം പറയണം. നാം വെളിയിൽ പോകുന്ന സമയത്ത് വീട്ടിൽ പറഞ്ഞിട്ട് പോകണം. തിരിച്ചു വരുന്ന സമയത്ത് പറയണം. കൂട്ടായ്മ വളരെ പ്രധാനമാണ്. ഞങ്ങളുടെ സഭയിലൊരു രീതിയുണ്ട്. ആരെങ്കിലും വേറൊരു ദേശത്തേക്ക് പോവുകയാണെങ്കിൽ ഉപവാസ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ട് പ്രാർത്ഥിപ്പിച്ചിട്ടേ പോകാൻ കഴിയൂ. ചിലർ പറയാതെ പോകും. പോയിട്ട് വന്ന് പറയും പിശാച് പിടിച്ചു പ്രാർത്ഥിക്കാൻ എന്നൊക്കെ. എന്താണ് പറയാതെ പോയത്? അല്ലാതെ വളരെ ധൃതിയായിരുന്നു, അതുകൊണ്ട് പോയതാണ്. അങ്ങനെ പോയത് കൊണ്ടല്ലേ, പറയാതെ പോയത് കൊണ്ടല്ലേ ഇങ്ങനെയൊരു അവസ്ഥ വന്നത്. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ കുറവുണ്ട്. നേരത്തെ ഉദയഗിരി, നെല്ലൂർ ദേശങ്ങളിൽ ഒരുപാട് ഭൂതബാധയുള്ള പ്രദേശങ്ങളായിരുന്നു. നേരത്തെ അത് വലിയ വനമായി കിടന്ന, കാടായി കിടന്ന പ്രദേശമാണ്. അങ്ങനെയുള്ള പ്രദേശത്ത് ദുരാത്മാക്കൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവിടെ ആരെങ്കിലും ചെല്ലുകയാണെങ്കിൽ, പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന് ഹിതമില്ലാതെ ചെല്ലുകയാണ് എങ്കിൽ ദൈവത്തിന്റെ കാവൽ നിനക്കുണ്ടായിരിക്കുകയില്ല. നീ നിന്റെ മക്കളെയും കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിന്റെ കാവൽ നിനക്കുണ്ടായിരിക്കും. നിന്റെ പ്രാർത്ഥനയുടെ കാവലുണ്ടായിരിക്കും. അതുകൊണ്ട് നാം മനസ്സിലാക്കണം പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണെന്ന്. ആദിമസഭയിൽ ഉണ്ടായിരുന്നത് വചനവും രണ്ടാമതായി പ്രാർത്ഥനയും. കൂട്ടായ്മയോടൊപ്പം പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ഇന്നുള്ള സഭകളിൽ അടുത്തിരിക്കുന്ന ആൾ ആരാണെന്ന് നമുക്കറിയില്ല. സീറ്റിൽ നിന്ന് ഗേറ്റിലോട്ട്, ഗേറ്റിൽ നിന്ന് സീറ്റിലോട്ട്. എങ്ങനെയാണ് ചർച്ച ചെല്ലുന്ന ആളുകൾ? സീറ്റിൽ നിന്ന് ഗേറ്റിലോട്ട്, ഗേറ്റിൽ നിന്ന് സീറ്റിലോട്ട്. അടുത്തിരിക്കുന്നവർ ആരാണെന്ന് പോലും അറിയില്ല. ഇപ്പുറത്തിരിക്കുന്നവർ ആരാണെന്ന് അറിയില്ല. ആരോടും സംസാരിക്കുവാൻ സമയമില്ല. അത് കൂട്ടായ്മയല്ല. കൂട്ടായ്മയല്ല. ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടതായ ബലഹീനനായ സഹോദരൻ മറ്റൊരു സഹോദരനോട് തന്റെ ഹൃദയഭാരങ്ങൾ പറയണം. രണ്ടുപേർ ഒരുമിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രെയർ ഫ്രണ്ട്സുകളാകും. എങ്ങനെയുള്ള ഫ്രണ്ട്സാണ്? മദ്യപാനത്തിന് ഫ്രണ്ട്സ് ഉണ്ട്, മാർക്കറ്റിൽ പോകാൻ ഫ്രണ്ട്സ് ഉണ്ട്, ഷോപ്പിംഗ് ഫ്രണ്ട്സ് ഉണ്ട്. പ്രെയർ ഫ്രണ്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഒരു പ്രാർത്ഥനാ കൂട്ടുകാരനുണ്ടോ? ഒരു പ്രാർത്ഥനാ കൂട്ടുകാരി ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടായാൽ ആ സിസ്റ്ററോട് വിളിച്ചു പറയാൻ, സിസ്റ്റർ ആണെങ്കിൽ സിസ്റ്ററിനോട് പറയുക, ബ്രദർ ആണെങ്കിൽ ബ്രദറിനോട് പറയുക. അല്ലാതെ സിസ്റ്ററെന്നും ബ്രദറെന്നും ഒക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ തെറ്റായ അഭിപ്രായങ്ങൾക്ക് ഇടമുണ്ടാകാൻ പാടില്ല. മോഹത്തോടെ ഒരു സ്ത്രീയെ നോക്കിയാൽ വ്യഭിചാരിയാണെന്നാണ് പറയുന്നത്. മോഹത്തോടെ ഒരു പുരുഷനെ നോക്കിയാൽ വ്യഭിചാരിണിയാണെന്ന് ദൈവവചനം പറയുന്നു. നമ്മുടെ ബന്ധങ്ങൾ പരിശുദ്ധമായി ഇരിക്കേണ്ടതാകുന്നു. ഇത് സഹോദരി സഹോദരങ്ങളെക്കാൾ കൂടുതലുള്ളതായ ക്രിസ്തുവിലുള്ള ബന്ധം ആകുന്നു. നാം ക്രിസ്തുവിന് ഉള്ളവരാകൊണ്ട് അപവാദിക്ക് ഇടം കൊടുക്കരുത്. ദോഷമായി കാണപ്പെടുന്നതിനോട് അകന്നു നിൽക്കുക. ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൊയറിൽ ഏത് പാട്ട് പാടണമെന്ന് ഡിസ്കസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. കാണുന്നവർ എന്താണ് വിചാരിക്കുന്നത്? കാണുന്നവർക്ക് എന്ത് തോന്നും? ഇവരെന്താണ് ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നത്? എന്ത് വിചാരിക്കും? അല്ല, നിങ്ങൾ നല്ലതാണ് സംസാരിക്കുന്നത്. എന്നാൽ കാണുന്ന ആളുകൾക്ക് അത് തെറ്റായി ചിന്തിക്കുവാൻ ഇടയാകും. അതുകൊണ്ടാണ് പറയുന്നത്, ദോഷം വിട്ട് അകന്നു നിൽക്കുക. ആൺകുട്ടി പെൺകുട്ടിയായി, പെൺകുട്ടി ആൺകുട്ടിയുമായിട്ട് അനാവശ്യമായി പെരുമാറുന്ന സ്ഥലമല്ല ദൈവത്തിന്റെ ആലയം. അവർക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുന്ന സ്ഥലമല്ല ദൈവത്തിന്റെ ആലയം. ദൈവത്തിന്റെ ആലയം വിശുദ്ധമാണ്. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാകുന്നു. ആരെങ്കിലും ആ മന്ദിരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാനും അവരെ നശിപ്പിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധിയെ ഈ കാലത്ത് കാത്തു സൂക്ഷിക്കുന്നില്ല. എന്താകുന്നു ദൈവത്തിന്റെ ആലയത്തിന് യോജിച്ചിരിക്കുന്നത്? വിശുദ്ധിയാണ് അവന്റെ ആലയത്തിന് യോജിച്ചിരിക്കുന്നത്. വിശുദ്ധിയുടെ മനോഹരത്വത്തിൽ അവനെ ആരാധിക്കുക. എന്താണ്? വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ അവനെ നിങ്ങൾ ആരാധിക്കുക. യഹോവയുടെ ഭക്തന്മാരെ, നിങ്ങളെ തന്നെ നിങ്ങൾ എന്താണ് പറയുന്നത്? വിശുദ്ധീകരിക്കുക. ആലയത്തിലേക്ക് വരുന്ന ആളുകൾക്കും ഈ ലോകത്തിൽ മറ്റു സ്ഥലങ്ങളിൽ പോകുന്ന ആളുകൾക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവരുടെ നോട്ടവും ഭാവവും ഇടപാടുകളും രീതിയും ആചാരവുമെല്ലാം. നമ്മെ കാണുന്നവർക്ക് നമ്മിൽ ക്രിസ്തുവിനെ കാണുവാൻ കഴിയണം. സെന്റ് ഫ്രാൻസിസ് എന്ന ഭക്തൻ ഒരു ദിവസം തന്റെ മഠത്തിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട്, ബൈബിൾ സ്റ്റുഡൻസിനെ എല്ലാം വിളിച്ച് സുവിശേഷ ഘോഷണ യാത്രയ്ക്ക് പോകാം വരൂ എന്ന് പറഞ്ഞപ്പോൾ അവർ ഡ്രംസും വാദ്യോപകരണങ്ങളും എല്ലാം എടുത്തു വരാനിടയായി. അങ്ങനെ സെന്റ് ഫ്രാൻസിസ് മുൻപിൽ നടന്നുകൊണ്ട് ബാക്കിയുള്ള ആളുകളെല്ലാം പിൻപിൽ നടന്നുകൊണ്ട് മൊത്തം ഒരു സെന്ററിൽ നിന്ന് പുറപ്പെട്ട് മറ്റൊരു സെന്ററിൽ ചെന്നിട്ട് വീണ്ടും പഴയ സ്ഥലത്തേക്ക് വന്ന രീതിയിൽ വന്നതിന് ശേഷം ഒരു ശിഷ്യൻ ഇങ്ങനെ ചോദിച്ചു, നാം സുവിശേഷ യാത്രയ്ക്കാണല്ലോ പോയത്, നമ്മുടെ ദേശമെല്ലാം തിരിഞ്ഞിട്ട് വന്നു, ഒരു സ്ഥലത്ത് പോലും നാം നിന്നില്ല, ഒരു സ്ഥലത്ത് പോലും നാം പാട്ടുപാടിയില്ല,
ഒരു സ്ഥലത്ത് പോലും നാം ഡ്രം കൊട്ടിയില്ല. ആർക്കും ഒരു നോട്ടീസ് പോലും നാം കൊടുത്തില്ല. അങ്ങ് പറയുന്നതിന് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങ് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് പോവുകയായിരുന്നു ഉണ്ടായത്. നമുക്കൊന്നും ചെയ്യുവാൻ കഴിയാതെ തിരിച്ചു വരേണ്ടി വന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സെന്റ് ഫ്രാൻസിസ് മറുപടി പറഞ്ഞു, അങ്ങനെയല്ല, എല്ലാവരും നമ്മെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും നമ്മെ കണ്ടിരിക്കുന്നു. എന്താണ് കണ്ടത്? നമ്മുടെ നടപ്പ് കണ്ടു, നമ്മുടെ മുഖത്തിലെ തേജസ് കണ്ടു, നാം നടക്കുന്ന ക്രമം കണ്ടു, നമ്മിലെ ശാന്തത അവർ കാണാനിടയായി. നാം കർത്താവിന്റെ മക്കളാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. നാം സേവിക്കുന്ന ദൈവം വലിയവനാണെന്ന് അവർ മനസ്സിലാക്കി. നാം ഒന്നും തന്നെ ചെയ്തില്ല. നമ്മൾ നടന്നതായ ആ നടപ്പ് തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തി. അങ്ങനെയുള്ള ആത്മീയതയാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നാം വെറുതെ വിളിച്ചു പറഞ്ഞിട്ട് പ്രകടിപ്പിക്കേണ്ട കാര്യമല്ല. നമ്മളെ കാണുന്ന ആളുകൾ, നിന്നെ കാണുന്നവർക്ക് നിന്നിലെ ക്രിസ്തുവിനെ കാണുവാൻ കഴിയണം. നിന്നെ കേൾക്കുന്ന ആളുകൾക്ക് നിന്നിലെ ക്രിസ്തുവിന്റെ വാക്ക് കേൾക്കാൻ കഴിയണം. നിന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് ഈ കാലത്തെ സഭകൾക്ക് ഒരു ആകർഷണീയമായ, ഒരു മനോഹരമായ, ഒരു കാന്തത്തിനെ പോലെ. ലോകം മുഴുവൻ, നിങ്ങൾ രാത്രിയിൽ ചെറിയ പ്രാണികളെ കണ്ടിട്ടില്ലേ? ലൈറ്റ് ഓൺ ചെയ്ത സമയത്ത് എവിടെ നിന്ന് അറിയത്തില്ല, ആ പ്രാണികളെല്ലാം പറന്നു വരുവാൻ ഇടയാകും. എവിടെയുണ്ടെന്ന് അറിയാൻ കഴിയില്ല. മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ലൈറ്റ് ഇട്ടാൽ ഉടൻ തന്നെ ആയിരക്കണക്കിന് പ്രാണികൾ വരാനിടയാകും. അത് വന്നിട്ട് ലൈറ്റ് ചുറ്റും ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. ലൈറ്റ് ചുറ്റും പറക്കും. അതെങ്ങനെയാണ് ഇത് കണ്ടത്? എവിടെ നിന്നാണ് വന്നത്? ഇത്രയും പ്രാണികൾ എവിടെ നിന്ന് വന്നൊന്നും അറിയാൻ കഴിയില്ല. നാം ദൈവത്തിന്റെ മക്കളാകുന്നു എങ്കിൽ നമ്മിൽ ഉള്ളതായ വെളിച്ചം, നമ്മിൽ ഉള്ളതായ ആകർഷണീയത നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കർത്താവിലേക്ക് കൊണ്ടുവരാനിടയാകും. കൂട്ടായ്മയോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായ സഭ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. 2 പേർ കരങ്ങൾ കോർത്തി പ്രാർത്ഥിക്കുന്നത്, 3 പേർ കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത്, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്, ഐക്യതയോടുകൂടി പ്രാർത്ഥിക്കുന്നത്, 2-3 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കുന്നൊക്കെയും സ്വർഗത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കുമെന്ന് പറയുന്നു. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകാനിടയാകും. ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ പിശാചിന്റെ തന്ത്രങ്ങളെല്ലാം അഴിയാനിടയാകും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകാൻ ഇടയാകും. സഭ പ്രാർത്ഥിച്ചാൽ എന്താണ് ഉണ്ടാകുന്നത്? യാക്കോബിന്റെ തല ഹെരോദാവ് വെട്ടിക്കളയുവാൻ ഇടയായി. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ പത്രോസിനെയും അവർ അങ്ങനെ തന്നെ ചെയ്യുവാൻ വേണ്ടി പിടിച്ചു. അന്ന് പെസഹാ ദിനമായതിനാൽ അന്ന് ചെയ്യുവാൻ കഴിയാതെ പിറ്റേ ദിവസം തലവെട്ടാം എന്ന് പറഞ്ഞിട്ട് അവനെ കാരാഗൃഹത്തിൽ അടച്ചു. പത്രോസിനെ തടവിലാക്കിയപ്പോൾ സഭ എന്താണ് ചെയ്തത്? ഞങ്ങളുടെ ദൈവദാസനെ കാരാഗൃഹത്തിൽ അടച്ചു, ആര് രക്ഷിക്കും എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുകയായിരുന്നോ? പത്രോസിനെ കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ സഭ എല്ലാം ഒരു സ്ഥലത്ത് കൂടി ഇരുന്നു കൊണ്ട് വളരെ ശ്രദ്ധയോടെ, ദൈവദാസനെ ഇല്ലാതിരുന്നിട്ടും സഭയിലെ ആളുകൾ എല്ലാവരും കൂടിയിരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കാനിടയായി. അപ്പോൾ സ്വർഗം ചലിക്കാനിടയായി. പത്രോസ് എവിടെയാണുള്ളത്? 3 കാവൽ അറകളുടെ അകത്താണുള്ളത്. മെയിൻ ഗേറ്റ്, തടവറയുടെ ഗേറ്റ്, അതിനുശേഷം അവൻ കിടക്കുന്ന മുറി. അതുകൂടാതെ ആ മുറിക്ക് ചുറ്റും 4 സൈനികരെ കാവൽ നിർത്തുവാനിടയായി. പത്രോസ് എഴുന്നേറ്റ് പോകാതിരിക്കുവാൻ 4 പേരെ അവന് ചുറ്റും കാവൽ നിർത്തി. കൈകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് മുറിയിൽ കിടത്തി അവന് ചുറ്റും സൈനികരെ കാവൽ നിർത്തിയപ്പോൾ സഭ ഇവിടെ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത്? ദൈവത്തിന്റെ ദൂതൻ വരാനിടയായി. ചങ്ങലകൾ അഴിഞ്ഞു വീണു. 4 വാതിലും തുറന്നിട്ട് വെളിയിൽ അവനെ കൊണ്ട് നിർത്തുമ്പോൾ കാവൽക്കാർ അങ്ങനെ തന്നെ സ്റ്റഡിയായിട്ട് നിന്നു. അവനെ സല്യൂട്ട് അടിച്ചുമെന്നാണ് വിചാരിക്കുന്നത്. പ്രാർത്ഥനയിൽ എത്ര ശക്തി ഉണ്ടെന്ന് നാം മനസ്സിലാക്കുക. സഭയുടെ പ്രാർത്ഥനയുടെ കാര്യമാണ് നാം പറയുന്നത്. പാസ്റ്റർ തന്നെ ചെയ്യുന്ന പ്രാർത്ഥനയേക്കാൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ഇടയാകും. ഉണർവുണ്ടാകണം എന്നുണ്ടെങ്കിൽ സഭ മുഴങ്കാലിൽ നിൽക്കാനിടയാകണം. ഒരാളെ കൊണ്ട് ഇത് സാധിക്കില്ല. പഴയ നിയമത്തിൽ ദൈവം ഒരാളെയായിരുന്നു തിരഞ്ഞെടുത്തത്. ഒരു മോശയായിരുന്നു, ഒരു നേതാവിനെയായിരുന്നു തിരഞ്ഞെടുത്തത്. ഒരു യോശുവയെ തിരഞ്ഞെടുത്തു. ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് നടത്തുവാനിടയായി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഒരു വ്യക്തിയെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാ വ്യക്തികളും വേണം അവന്. എല്ലാവരെയും ആവശ്യമാണ്. എല്ലാവരെയും അവൻ അഭിഷേകം ചെയ്യും. എല്ലാവരെയും അവൻ ഉപയോഗിക്കാനിടയാകും.
എല്ലാവരും ദൈവത്തിന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുവാനിടയാകും. എല്ലാവരുടെയും കരങ്ങളിൽ വചനമുണ്ട്. വചനമാകുന്ന സത്യം, വചനമാകുന്ന വാളുണ്ട്. അതുകൊണ്ട് പോകാൻ കഴിയും. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന ദൈവദാസന്റെ പ്രാർത്ഥനയേക്കാൾ. അന്ന് പൗലോസ് സഭയോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചു. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. ഈ കാലത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് സഭ ദൈവദാസന്മാരോട് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവദാസന്മാർ സഭയോട് പ്രാർത്ഥന ചോദിക്കാത്തത്? ഞങ്ങൾ ദൈവദൂതന്മാരൊന്നുമല്ലല്ലോ. ഏലിയാവ് പോലും നമ്മെപ്പോലെ ഒരു സാധാരണ. നോക്ക്, ഏലിയാവ് മനുഷ്യനാണെങ്കിൽ ജയ്പോൾ പാസ്റ്റർ മനുഷ്യനല്ലേ? സാധാരണ ദൈവദാസൻ മനുഷ്യനല്ലേ? ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉള്ളതുകൊണ്ട്, ദൈവത്തിന്റെ വചനം ദൈവം തരുന്നതെല്ലാം പറയുന്നത് കൊണ്ട്, അവന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ടാണ്. എന്നാൽ ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യർ തന്നെയാണ്. ഞങ്ങളും അശ്രദ്ധയോടെ ജീവിക്കുകയാണെങ്കിൽ, ഞങ്ങളും പ്രാർത്ഥന ചെയ്യാതിരുന്നാൽ, ഞങ്ങളും അലക്ഷ്യമായി ജീവിക്കുകയാണെങ്കിൽ ദൈവം തള്ളിക്കളയുവാനിടയാകും. ഒന്നിനും കൊള്ളത്തില്ല. ജാഗ്രത. സഭ കൂട്ടായ്മ ആചരിക്കേണ്ടതിനും പ്രാർത്ഥന ചെയ്യേണ്ടതിനും ഏക മനസ്സോടെ ആയിരിക്കുന്നതും ഏറ്റവും അത്യാവശ്യമാണ്. സഭയിൽ പാർട്ടികൾ ഉണ്ടായിരിക്കാൻ പാടില്ല. സഭയിൽ എന്തിനാണ് പാർട്ടികൾ? സഭയിൽ എന്തിനു വേണ്ടിയാണ് ഇലക്ഷൻസ്? സഭയിൽ എന്തിനാണ് ട്രഷററും മറ്റും, പ്രസിഡന്റ് എന്തിനാണ്? ദൈവം സഭയെ ലോകത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ പിശാച് എന്താണ് ചെയ്തത്? ലോകത്തെ സഭയിലേക്ക് വെച്ചു. ലോകത്തിന്റെ പദ്ധതികൾ ആചരിക്കാൻ പാടില്ല. ലോകപ്രകാരം ജീവിക്കാൻ പാടില്ല. സഭയിൽ വേർതിരിവുണ്ടാകാൻ പാടില്ല. വിദ്യാഭ്യാസമുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ, പണക്കാരനാകട്ടെ പണമില്ലാത്തവരാകട്ടെ, അടുത്തടുത്ത് തന്നെ ഇരിക്കണം. ഞാൻ ഒരു സഭയിൽ പോകുമായിരുന്നു. ആ സഭയിൽ ഒരു വ്യക്തിയുണ്ട്. മദ്രാസിലെ ചീഫ് സർജനാണ് അദ്ദേഹം. ഗവൺമെന്റ് സ്റ്റാഫിൽ എല്ലാ സ്റ്റാഫുകളും അദ്ദേഹത്തെ കാണുന്ന സമയത്ത് അവിടുന്ന് മാറിപ്പോകാനിടയും. അത്ര വലിയ സീനിയർ അവിടുത്തെ ചീഫ് സർജനായിരുന്നു അദ്ദേഹം. എന്നാൽ സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ വാർഡ് ബോയ് ആയി ചെയ്യുന്ന, ആ സാധാരണ ജോലി ചെയ്യുന്നതായ ആ വ്യക്തി പോലും ഇദ്ദേഹത്തിന്റെ സീറ്റിനരികിൽ തന്നെ വന്ന് ഒരുമിച്ച് ഇരിക്കുവാൻ ഇടയാകും. എന്താണ്? നാം എത്ര വലിയ ഉന്നത ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ദൈവസന്നിധിയിൽ വരുമ്പോൾ നാം ദൈവത്തിന്റെ മക്കളാണ്. എന്താണ്? ഒരാൾ മോതിരമിട്ടുകൊണ്ട് വരികയാണെങ്കിൽ, ഒരാൾ വിശേഷമായ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നാൽ ഇതാ മുൻപിൽ വന്ന് ഇരിക്കുക. ഒരു ഭിക്ഷക്കാരൻ വരികയാണെങ്കിൽ നീ മൂലയ്ക്ക് പോയിരിക്കുക എന്ന് പറയാൻ പാടില്ല എന്ന് അപ്പോസ്തല സമയത്ത് പറഞ്ഞിരുന്നു. എന്നാൽ ഈ കാലത്തെ സഭകളിൽ അതാണ് അവസ്ഥ. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പ്രധാന വ്യക്തികൾ, അധികാരികൾ വന്നാൽ ദൈവദാസൻ പ്രസംഗം അവിടെ അവസാനിപ്പിക്കും. MLA വരികയാണെങ്കിൽ വരൂ MLA എന്ന് പറഞ്ഞ് ദൈവദാസൻ പ്രസംഗം അവസാനിപ്പിക്കും. അദ്ദേഹം പിന്നെ എഴുന്നേറ്റ് കുറെ വാക്കുകൾ പറയാനിട. എല്ലാവരും നല്ലതായിരിക്കുക, എല്ലാവരും സുഖമായിരിക്കുക, നമുക്ക് നല്ലതായിരിക്കാം, ഞാൻ ഇനിയും വരാം, ഇപ്പോൾ സമയമായിരിക്കും, എനിക്ക് പോയിട്ട് കുറെ അർജന്റ് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകും. എന്താണ്? അദ്ദേഹത്തിന് വേണ്ടി വചനപ്രസംഗം നിർത്തി. എന്താണ്? ഞാൻ ഉൾനാടുകളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ പ്രസംഗിച്ച സമയത്ത് അവിടെ വേല ചെയ്തപ്പോൾ ഒരു സഭ പണിയുവാനിടയായി. ഇപ്പോഴും ആ സഭയുണ്ട്. മറ്റൊരു ദൈവദാസന് ഞാനത് ഏൽപ്പിച്ചു കൊടുക്കാനിടയായി. ഞാൻ എവിടെയെങ്കിലും സഭ സ്ഥാപിക്കുകയാണെങ്കിൽ പുതിയ ദൈവദാസന്മാർക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ദൈവദാസന്മാർക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. അവരുടെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് അവർ അത് നടത്തുകയാണ് സാധാരണ ചെയ്യുന്നത്. ഞാൻ അതിൽ അധികാരം പറയാറില്ല. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അവർ തന്നെ നോക്കിക്കൊള്ളും. എനിക്കിപ്പോൾ അത് ശ്രദ്ധിക്കാനുള്ള സമയമില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പിന്തിരിഞ്ഞു നോക്കാനുള്ള സമയം അല്ല ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം ആരാധന മധ്യ ഒരു സ്ത്രീ വരാനിടയായി. നേരെ ഇങ്ങോട്ട് വന്നിട്ട് സ്തോത്ര കാഴ്ചപ്പെട്ടിയിൽ സ്തോത്ര കാഴ്ചയിട്ടിട്ട് കൈകൂപ്പിയിട്ട് നേരെ തിരിച്ചു പോകാനിടയായി. ശരി, അവർക്കറിയില്ലായിരിക്കും, പോട്ടെ എന്ന് വിചാരിച്ചു. രണ്ടാമത്തെ ദിവസവും അങ്ങനെ തന്നെ വന്നു. ഞാൻ പറഞ്ഞു, അവിടെ നിൽക്കുക, നിങ്ങളുടെ സ്തോത്ര കാഴ്ച വേണ്ട, നിങ്ങൾ അവിടെ ഇരുന്ന് വചനം കേൾക്കുക, മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്തോത്ര കാഴ്ച ഇടാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വന്നിട്ടില്ല. ആവശ്യമില്ലാതെ ആ സ്തോത്ര കാഴ്ച കളഞ്ഞല്ലോ. അയ്യോ. സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടിയല്ല സഭയിൽ നാം വരുന്നത്. സ്തോത്ര കാഴ്ച ഇടുവാൻ വേണ്ടിയല്ല, വചനം കേൾക്കാനാണ് വരുന്നത്. സ്തോത്രാഴ്ച വാങ്ങാനല്ല ദൈവദാസൻ വരുന്നത്, വചനത്തെ പ്രസംഗിക്കുവാൻ വേണ്ടിയാണ്. നീ എത്ര വലിയ വ്യക്തിയാണ് എങ്കിലും കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ദൈവമക്കളുമായി കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ ചെന്നൈയിലുള്ള സഭയിൽ മീറ്റിംഗ് കഴിഞ്ഞാലും ആളുകൾ തിരിച്ചു പോവുകയില്ല. അതിപ്പം വലിയൊരു പ്രശ്നമായിരിക്കുകയാണ്. പോകാൻ പറഞ്ഞാലും പോകില്ല. മീറ്റിംഗ് കഴിഞ്ഞാലും അവർ സംസാരിച്ചു കൊണ്ടിരിക്കും. ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ദൈവദാസന്മാർ പ്രാർത്ഥിക്കും, പാട്ടുകൾ പാടാനിടയാകും, സ്ത്രീകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനിടയാകും. പിന്നെ എൻ്റെ അടുക്കൽ വന്നിട്ട് മറ്റുള്ളവർ പ്രാർത്ഥിക്കും. അങ്ങനെ 2 മണിയായാലും 3 മണിയായാലും ആരും തിരിച്ചു പോകില്ല. എല്ലാവരും സംസാരിച്ച് ഭയങ്കര ബഹളമായിരിക്കും. എന്തുകൊണ്ടാണ് ഇവർ മടങ്ങിപ്പോകാത്തത്?
അതുപോലെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാൽ രാത്രി 1 മണിയായാലും 2 മണിയായാലും തിരിച്ചു പോവുകയില്ല. പോകാൻ മനസ്സില്ല. വീട്ടിലെന്താണുള്ളത്? ആ പഴയ കട്ടിലും ആ പഴയ ഫാനുമൊക്കെ, പഴയ മേശ, പഴയ പാത്രങ്ങൾ, ആ പഴയ ബക്കറ്റ്, പിന്നെ വീട്ടിൽ പഴയ പോലെ നടക്കുന്ന കോലാഹലങ്ങൾ. ദൈവസന്നിധിയിലാണ് സമാധാനവും ദൈവസന്നിധിയിലാണ് സന്തോഷവും ഉള്ളത്. ദൈവമക്കൾക്ക് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് നീ ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾക്ക് സത്യമായ ക്രിസ്തീയ ജീവിതം നൽകണമേ, ഞങ്ങൾക്ക് ഉണർവ് നൽകണമേ. നാമമാത്രമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു. പുറമെ ഭക്തരെന്ന് നടിക്കുമെങ്കിലും അതിൻ്റെ ശക്തി അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നു. ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമക്കളുമായി കൂട്ടായ്മയോടെ ആയിരിക്കാം. അവിശ്വാസികളുമായി ഇണയിലപ്പിണ കൂടരുത്. ദുഷ്ടനുമായി കൂട്ടുകൂടാൻ ഇടയാകരുത്. ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിക്കാം. വായ് തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സങ്കടങ്ങൾ കർത്താവിനോട് പറയുക. നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുക. നിങ്ങളുടെ കുറവുകൾ അവനോട് ബോധിപ്പിക്കുക. നിങ്ങൾ എന്നോട് ചോദിക്കുക, എനിക്ക് അസാധ്യമായതൊന്നുമില്ലെന്ന് നമ്മളോട് പറഞ്ഞതായ കർത്താവ്. എന്നെ വിളിച്ചപേക്ഷിക്കൂ, ഞാൻ നിനക്ക് ഉത്തരമരളാമെന്ന് പറഞ്ഞവൻ. നിങ്ങൾ മനുഷ്യരോട് ചോദിക്കും, എന്നാൽ എന്നോട് ചോദിക്കുന്നില്ല. എനിക്കൊരു കുഞ്ഞിനെ വേണം കർത്താവേ. എൻ്റെ മക്കളുടെ വിവാഹം നടക്കണം. എനിക്ക് സമാധാനം വേണം. എൻ്റെ കുടുംബത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകണം. എനിക്കൊരു ഭവനം ആവശ്യമാണ്. എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകണം. എൻ്റെ ബുദ്ധിമുട്ടിൽ നിന്ന് എന്നെ വെളിയിൽ കൊണ്ടുവരണമേ. എന്നെ ചിലർ വഞ്ചിക്കുവാനിടയായി, എന്നെ കബളിപ്പിക്കുവാനിടയായി. ഞാൻ ഒരുപാട് വിശ്വസിച്ച ആളുകൾ എന്നെ കബളിപ്പിച്ച് എന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കരുതുന്ന കർത്താവേ, എന്നെ സഹായിക്കണമേ. നിന്റെ ആശ്വാസത്തിന്റെ കരം നീട്ടി എന്നെ നീ ബലപ്പെടുത്തണമേ എന്ന് നീ ചോദിച്ചാൽ മതി. അവൻ നിന്നെ സഹായിക്കും. ഇപ്പോൾ തന്നെ, ഇവിടെ വെച്ച് തന്നെ അവൻ കൈ നീട്ടുകയാണ്. നിന്നെ തൊടുന്നതിനു വേണ്ടി, നിന്നെ സൗഖ്യമാക്കുന്നതിനായി. ഏത് കഷ്ടതയോടെയാണ്, എന്ത് ദുഃഖത്തോടെയാണ്, ഏത് ബുദ്ധിമുട്ടുമായിട്ടാണ് അവന്റെ സന്നിധിയിൽ നീ വന്നത്, അത് മാറിപ്പോകുന്നതിനായിട്ട്, നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതിനു വേണ്ടി. പത്രോസ് കാരാഗൃഹത്തിലായിരുന്നപ്പോൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഈ സമയത്ത് നിന്നെ ദണ്ഡിപ്പിക്കുന്നതായ പിശാചിന്റെ ബന്ധനങ്ങൾ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. നീ ബന്ധിക്കപ്പെട്ടതായ തടവറയുടെ വാതിലുകൾ ഈ സമയത്ത് നസറേയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തുറക്കപ്പെടട്ടെ. അവന്റെ നാമത്തിൽ നാം കൂടി വരുമ്പോൾ നമ്മുടെ മധ്യ ദൈവം അത്ഭുത കാര്യങ്ങൾ ചെയ്യാനിടയാകും. നമ്മുടെ 2 കരങ്ങളും ഉയർത്തി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. നിർജീവമായ ഒരു ഭക്തിയിലേക്ക് ഞങ്ങൾ വീണു പോകാതെ, നാമധേയ ഭക്തിയിലേക്ക് ഞങ്ങൾ വീണു പോകാതെ, കർത്താവേ, അടിസ്ഥാനങ്ങൾ തകർന്നു പോകാതെ, ഈ ദിവസങ്ങളിൽ സഭകളിൽ നിർജീവ അവസ്ഥയെ കാണുന്ന ഈ ദിവസങ്ങളിൽ ബാലിന്റെ ഉപദേശത്താൽ, ഇസബേലിന്റെ ഉപദേശത്താൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഈ സമയത്ത്, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയതായ ഈ ദിനങ്ങളിൽ കർത്താവേ, ഞങ്ങൾ വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കഷ്ടതയുടെ നടുവിലും നിലനിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകണമേ. കർത്താവേ, നിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഫിലദൽഫിയ സഭയെ പോലെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ആത്മീയതയെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ മക്കളെ നീ ദർശിക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതായ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റണമേ. ഇന്നു മുതൽ നിന്നോട് കണക്ട് ആവുന്നതിനായിട്ട്, നിന്നോട് കൂട്ടായ്മ ആചരിക്കുവാൻ, നിന്നോട് നേരെ സംസാരിക്കുന്നതിനായി യഥാർത്ഥ ഉപദേശകർ ആരാണ്, കള്ളപ്രവാചകർ ആരാണ്, യഥാർത്ഥമായി സത്യവചനം ഘോഷിക്കുന്ന സഭ ഏതാണ്, കൂട്ടായ്മ ഏതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വഞ്ചിക്കപ്പെടാതെ, നഷ്ടപ്പെടാതെ നിന്റെ വരവിനു വേണ്ടി കാത്തിരിക്കുന്ന സഭയായി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. നിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട്, നിന്റെ ക്രൂശിലെ യാഗത്തെ അംഗീകരിച്ചുകൊണ്ട്, നിന്റെ സാക്ഷികളായി ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദർശനം
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ